കുട്ടനാടിന് പിന്നാലെ പത്തനംതിട്ട തിരുവല്ലയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. നിരണത്തെ സർക്കാർ ഫാമിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഒരാഴ്ച മുൻപ് താറാവുകൾ കൂട്ടത്തോടെ ചത്തിരുന്നു. ഭോപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലം ഇന്നാണ് പുറത്തുവന്നത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ്. ശ്രീജിത്തെ, ആ മേഖലകളിലൊക്കെ ഈ താറാവ് കർഷകർ ഏറെ ഉള്ള ഒരു മേഖലയാണ്. ഈ വരുന്ന പരിശോധനാ ഫലം ഏത് രീതിയിലാണ് ഇനി കണക്കാക്കപ്പെടുക? എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും? ക്രിസ്റ്റിന, ആദ്യമേ പറയട്ടെ, ഈ സർക്കാർ ഡക്ക് ഫാം അത് ഏതാണ്ട് ഏക്കർ കണക്കിന് സ്ഥലമാണ്. അവിടെ അവർ കൃത്യമായി ചുറ്റുമതിലൊക്കെ കെട്ടി തന്നെയാണ് ആ താറാവുകളെ വളർത്തുന്നത്. അതുകൊണ്ട് അവിടെയാണ് ഇത്തരത്തിൽ ഈ മാസം 7-ന് ഈ മെയ് 7-ന് ഇത്തരത്തിൽ സ്ഥിരീകരിക്കുന്നത് പക്ഷികൾ കൂട്ടത്തോടെ ചാവുന്നത്, ഈ താറാവുകൾ കൂട്ടത്തോടെ ചാവുന്നത്. സ്വാഭാവികമായി ഇന്നാണ് പരിശോധനാ ഫലം വരുന്നത്. അത് പോസിറ്റീവാണ്. ചില താറാവുകൾക്ക് പക്ഷിപ്പനി തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നു. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് സ്ഥിരീകരണം വന്നപ്പോൾ തന്നെ കളക്ടർ ഒരു അടിയന്തര യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഇന്നലെ ഒരു ജാഗ്രതാ സമിതിയൊക്കെ അവിടെ ആ മേഖലയിൽ ചേർന്നിരുന്നു. എന്തായാലും പഞ്ചായത്ത് അംഗത്തിന്റെ അടക്കം പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഈ സർക്കാർ ഫാമിലെ മാത്രം താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയാൽ മതിയാകുമെന്നൊരു പ്രാഥമികമായ വിവരമാണ് നൽകുന്നത്. എന്തായാലും കളക്ടറുമായി നമ്മൾ സംസാരിച്ചിരുന്നാൽ അദ്ദേഹം ഒരു ഔദ്യോഗിക കാര്യത്തിനായി തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ്. അടിയന്തരമായി തന്നെ ഇന്ന് രാത്രിയോടുകൂടി പത്തനംതിട്ടയിൽ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അദ്ദേഹം മടങ്ങിയെത്തും. അതിനുശേഷം മറ്റു നടപടിക്രമങ്ങൾ, നാളെ ഒരു യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. കള്ളിങ് അടക്കമുള്ള മറ്റു നടപടിക്രമങ്ങളിലേക്ക് നാളെയായിരിക്കും കടക്കുക എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും പത്തനംതിട്ടയിലെ സർക്കാർ ഫാമിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് ശ്രീകുമാരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.